പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ യഹോശാഫാത്തിനോട് ബന്ധപ്പെട്ട് യഹോവയായ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. വളരെ ശക്തമായ 3 രാജാക്കന്മാർ, 3 സൈന്യങ്ങൾ യഹോശാഫാത്ത് രാജാവിനെതിരെ കടന്നു വരുമ്പോൾ യാതൊരു നിർവാഹവുമില്ല, സ്വന്തമായ കഴിവില്ല, പ്രാപ്തിയില്ല എന്ന് മനസ്സിലാക്കിയ യഹോശാഫാത്ത് ദൈവസന്നിധിയിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി. കർത്താവേ, ഞങ്ങളുടെ അവകാശങ്ങളിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയുവാൻ തക്കവണ്ണം 3 മഹാസൈന്യം എനിക്കെതിരെ വരുന്നു. ഇവരോട് ഞാൻ എങ്ങനെ പ്രതികരിക്കേണ്ടു, എന്ത് ചെയ്യേണ്ടു? തനിക്ക് കഴിയുകയില്ല എന്നുള്ള തന്റെ നിസ്സഹായാവസ്ഥ ദൈവത്തോട് താൻ പറഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം തനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്. പ്രിയരെ, രാവിലെ സമയം അവകാശങ്ങളിൽ നിന്ന് നമ്മെ തള്ളിക്കളയുവാനോ അല്ല, നമുക്ക് നേരിടാൻ കഴിയാത്തതായ പ്രതികൂല സാഹചര്യങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ, അത് പെട്ടെന്നുണ്ടായ രോഗമാകാം, പെട്ടെന്നുണ്ടായ പ്രതികൂല സാഹചര്യമാകാം, പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങളെ ഭാരപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു. നാം ആദ്യം നമ്മുടെ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നുവെങ്കിൽ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയെങ്കിൽ നിന്ന് വരും. നമുക്ക് ഈ യുദ്ധത്തിൽ പങ്കില്ല. നമുക്ക് വേണ്ടി സർവശക്തനായവൻ യുദ്ധം ചെയ്യും. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് യുദ്ധം ചെയ്യുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്. രാവിലെ സമയം യഹോവയുടെ കൽപ്പനകളെ പ്രമാണിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തനാണ് നിങ്ങളെങ്കിൽ, സ്നേഹിത, നിങ്ങളെ കർത്താവ് ഇന്ന് പകൽക്കാലം അത്ഭുതകരമായി ചില വിടുതലുകൾ അയച്ച് മാനിക്കുന്ന ദിനങ്ങളാണ്. നമുക്ക് കഴിവില്ലാത്ത, നമുക്ക് ചെയ്യുവാൻ പ്രാപ്തിയില്ലാത്ത ചില വിഷയങ്ങളുടെ മുമ്പിൽ നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. യഹോവ പറയുന്നു, ഭയപ്പെടേണ്ട, ഭ്രമിക്കുകയും വേണ്ട. നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ആമേൻ.